നമസ്കാരം. ഓ മൈ ഗോളിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നിങ്ങൾ വിചാരിക്കും ഇന്ന് ഞാൻ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് ഇത്ര സമയമായിട്ട് നോക്കി അദ്ദേഹത്തിനെ കാണാനില്ല. എവിടെ പോയെന്ന് എനിക്കറിയില്ല. നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിന് വരാത്തത് ഒരു വലിയൊരു വിഷയമാണ്. സമയത്തിന് വന്നാൽ നമുക്ക് എപ്പിസോഡ് പൂർത്തീകരിക്കാൻ പറ്റും. ഇത് വലിയൊരു കഷ്ടമായ ഒരു അവസ്ഥ. എന്തെന്നറിയാമോ, ഇതിങ്ങനെ വരാൻ സോറി ഞാൻ അല്ല, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ മനുഷ്യൻ, അതായത് അടുത്ത് നിൽക്കുന്ന ആൾ പറയുന്നത് കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു അവസ്ഥ ഒരാളിനുണ്ടായ എന്തായിരിക്കും ശരിയാണ് മാനസികാവസ്ഥ. അതെ, ഇതേപോലത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങാൻ പോകുന്നത്. അതെ, ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഒരാളിനെ ഞങ്ങളാക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. രാവിലെ മുതലേ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. നമ്മൾ കറക്റ്റായിരുന്നെങ്കിൽ ഇതിപ്പം തന്നെ ആ നമ്പർ എൻ്റെ ഒന്ന് കുറേ അങ്ങ് പോയി. അതാണ് വിഷയം പറ്റിയത്. ഇല്ല, നീ ചെന്ന് ഇത് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ നീ അവൻ്റെ അടുത്ത് പറയണം. എന്തോ തന്നെ ശേ എന്ത് കഴിച്ചാ? എന്തെങ്കിലും കഴിച്ചാ? നമുക്കിതാ ഇവിടെയാണ് വേണ്ടത്. കറക്റ്റ് നീ ഇവിടെ നോക്കി നിൽക്കാതെ നീ ആ പറഞ്ഞ കാര്യം ചെയ്യടേ. അത് നടക്കില്ല. ഓരോരുത്തരെ വിളിച്ചോണ്ട് വരുന്ന വലിയ കഷ്ടമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ ബന്ധു തന്നെ പയ്യൻ ഇവിടെ വന്നിട്ടില്ലേ? ഇവിടെ ഈ സ്ഥലത്ത് എനിക്കറിയാം. ഞാൻ അപ്പുറത്തെ കുഞ്ഞപ്പിരവളയിലൊക്കെ പണിയാണ്. ഞാൻ ഇപ്പം സ്ഥലം ഇപ്പം വാങ്ങിച്ച് ഇവിടെ ഒന്നും ചെയ്യാതിരിക്കും. ഇപ്പോൾ ഇവിടെ കുറച്ച് വേസ്റ്റ് കുഴി എടുത്തേ പറ്റുള്ളൂ. വേസ്റ്റ് കുഴി എടുക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി. നിങ്ങൾ കറക്റ്റ് എവിടെയാണ് താമസം? ഞാൻ താമസം പറഞ്ഞാൽ ഇവിടെ നമ്മളെ അന്ന് സുമാറിനെ കൊന്നില്ലേ, അതിന് തൊട്ട് മുകളിൽ തന്നെ. അത് ഇവിടെ അടുത്ത്. നിങ്ങളെ പേരെന്താണ്? എൻ്റെ പേര് സുരേഷ്. സുരേഷ്, ആ ശരി. എൻ്റെ പേര് പണിക്കർ. താമസിക്കുന്ന സ്ഥലം ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം നെടുമങ്ങാടാണ്. നെടുമങ്ങാട് പഴകുറ്റി. ഓ, പഴകുറ്റിയൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച സ്ഥലമാണ്. ആ നടക്കെ നമ്മുടെ തൊട്ടടുത്തല്ലേ കിടക്കുന്നത്? അല്ല, നമുക്കേ അപ്പുറത്തെ ഒരു സൈഡ് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവിടെ മാത്രം കുഴിയെടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പൈസ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് എന്താണെന്നറിയാം, ഞാൻ അന്ന് ഒന്നര ഇവർ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 1.30 രൂപയിലാണ് ഞാൻ നിന്നത്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കാനും പോയില്ല. നമ്മൾ വേറെ ഇടപാട് ആൾക്കാരാണ് ചെയ്തത്. അതെല്ലാം സെറ്റപ്പ് ചെയ്തത്. നമുക്ക് ഇവിടെ അങ്ങ് കുടിച്ചേക്കാം. എൻ്റെ നെഞ്ചിൽ കുഴിയെടുക്കല്ലേ, നെഞ്ചിൽ കുഴിയെടുക്കല്ലേ. സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണ സ്ഥലം. എൻ്റെ നെഞ്ചിൽ വെട്ടല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കിടന്ന് ഉറങ്ങണ സ്ഥലത്ത് വെട്ടരുത് നീ പറഞ്ഞാട്ടാ. എന്താന്ന് പുള്ളിക്കാരൻ വെട്ടല്ലെന്ന് പറയുന്നു. ആര് വെട്ടലെന്ന്? എവിടെ? എന്താണ് എന്തെന്നാ വെട്ടല്ലെന്ന് പറയുന്നത്? നീ ലോകത്തുള്ള ആരെ വിളിച്ചാലും കാണില്ല. നീ എൻ്റെ നെഞ്ചിൽ കുഴിച്ചോണ്ട് നിനക്ക് എന്നെ കാണാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ പോണം. അണ്ണാ എന്താണ് കുഴിയെടുക്കണില്ല. എന്ത് കാര്യം? എന്ത് ഇവിടെ കുഴിയെടുക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു? ഇതാ ആളിരിക്കുന്നു. ഇവിടെ ആളിരിക്കുന്നു. എന്തെണ്ണ ചീരാന്തിയിൽ? അണ്ണാ ഞാനല്ലേ നിൽക്കണം. ഞാനല്ലാതെ നമ്മൾ രണ്ടുപേരല്ലാതെ വേറെ ആരുണ്ട് ഇവിടെ? വേറെ ആളുണ്ട്.
മിണ്ടായിരിക്കും, നിങ്ങൾ ചുമ്മാ ഇരിക്കും, ആവശ്യമില്ല. നിനക്ക് കാണാൻ പറ്റും, അവന് കാണാൻ പറ്റില്ല. വാ വാ വാ, ഇത് ചെയ്. ഗിരീഷിനെ ഞാൻ വിളിക്കാം. എന്ത് പറ്റി? എടാ ഗിരീഷിനെ വിളിച്ചാലും എല്ലാം കാണാൻ പറ്റില്ല, നിനക്ക് എല്ലാം കാണാൻ പറ്റൂ. എന്താണ് സംഭവം? എന്താണ് വിഷയം? നിന്റെ പേര് പറ. നീ എൻ്റെ പേര് സുരേഷ്. സുരേഷേ? സുരേഷ് ഇത് ആർക്കും കാണാൻ പറ്റില്ല, എല്ലാം ആർക്കും കാണാൻ പറ്റില്ല. ഞാൻ ഇവിടെ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഒതുങ്ങി കിടക്കണതാണ്. നിങ്ങൾ അങ്ങോട്ട് നോക്കി ആരും ഇല്ലാത്തത് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. ആളുണ്ടെന്ന് പറയാം. അണ്ണ എവിടെ ആളെന്ന് ഒന്നും ഞാൻ കാണണ്ടേ? എൻ്റെ കണ്ണിൽ ആൾ നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ശക്തിയുള്ള ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ തൊടാൻ പറ്റാത്തത്. എന്താണ് വല്ല പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല, ഇവിടെ ആൾ എൻ്റെ മുമ്പേ നിൽക്കുകയാണ്. അണ്ണ എനിക്ക് കണ്ടുകൂടല്ലോ. നിങ്ങൾക്ക് കാണാൻ പറ്റൂല, എനിക്ക് കാണാം. അങ്ങനെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് മലയാളത്തിൽ ചോദിച്ചു ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടോ, ഞാൻ ഈ സ്ഥലം മാറ്റി നിങ്ങൾ ചോദിച്ചു ഒരു പ്രശ്നമില്ല, നിങ്ങളല്ലേ പറഞ്ഞത്? മാറ്റിയെടുക്കാൻ ആര് പറഞ്ഞു? ഈ സ്ഥലം മാറ്റാൻ ഞാൻ പറയണോ അതോ നിങ്ങൾ തോന്നും പോലെ അങ്ങ് പറയണോ? നിങ്ങൾ ഇങ്ങോട്ട് വരി, എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അവ പുതിയ സിറ്റിയിലൊക്കെ വന്നവനാ. എനിക്കിത്ര സമാധാനം. മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ കല്ലറയുള്ള കാര്യം നമുക്ക് അറിഞ്ഞിട്ടില്ല. ഇത് 10-12 വർഷമായി ഞാൻ ഇവിടെ ഇതായിട്ട്. നിനക്കൊന്നും ഓർമ്മയില്ല. എന്തോന്നാണ് ഞാൻ പറയട്ടെ, ഇവിടെ ഇതിന്റെ ആള് എന്റെ കാണിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ഫ്രണ്ട് ഇരിക്കുകയാണ് ആള്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് കാണാം. ഞാൻ ദേവി അനുഗ്രഹം ഉള്ളവനായിട്ട് എനിക്ക് മനസ്സിലായി. കല്ലറ തുടരുതെന്ന് അത് കിടക്കുന്നോട്ട് വേറെ ഭാഗത്ത് നോക്കി തോണ്ട, ഈ ഇവരെ എടുത്ത് തോണ്ട. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി. മാറ്റിയെടുക്കാമല്ല, എന്റെ നെഞ്ച് കുത്തരുത്. ഇല്ല ഇവിടെ മാറ്റി വെട്ടാല്ല, അപ്പുറത്തെ വിളയിലെല്ലാം കൊണ്ട് കുത്തിക്കും. ഈ വിളയിൽ ശല്യം എന്ന് പറഞ്ഞാൽ വേറൊരു കേസുണ്ട്. ആ ചാലിലിട്ട് എല്ലാവരും കൂടെ അടിച്ച് ചാക്കിൽ കെട്ടി ഇവിടെ കൊണ്ട് ഈ മുറി കൊണ്ടിട്ടിട്ട് വർഷങ്ങളോളം ഈ വിളയിൽ കിടന്നിട്ട് പിള്ളാമാരുടെ അടുത്ത് കുഴിച്ചിട്ടതാണ്. മനസ്സിലായ? ഞാൻ വിളിച്ചോണ്ടിരുന്നത് ഇവിടെ ഇരുന്ന് പണി ചെയ്തോണ്ടിരുന്ന പെട്ടെന്ന് പറയണ ഇവിടെ വേറൊരാളുണ്ടെന്ന്. ഞാൻ ഇവിടെ നോക്കിയിട്ട് ഗിരീശനെ എന്നെ കാണാൻ പറ്റില്ല. ആര് നീ വിളിച്ചു കാണിച്ചാൽ കാണാൻ പറ്റില്ല. എന്റെ ഭൂമിയിൽ വെട്ടുക നമ്മൾ തമ്മിൽ എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഇനി വാ, ഞാൻ നിന്റെ ദേഹത്ത് കൂടിയ പ്രശ്നമാവും. ഞാൻ നിന്റെ ദേഹത്ത് കൂടും. ഇനി വാ, നീ അവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോ. നിനക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റൂ. ഇനി വാ, നീ പറ എന്റെ അടുത്ത്. പറഞ്ഞോട്. ഈ ഭൂമിയിൽ വെട്ടല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ആര് പറഞ്ഞു? പറഞ്ഞത് ഈ ഭൂമിയിലെ ആള് ഞാനല്ലേ ഈ ഭൂമി മാറ്റ ആളല്ലേ? ഇതിന് മുമ്പുള്ള ആളാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഏത് മറ്റേ അനിയെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അനിയല്ലോ, ഒരേക്കര അനിയല്ല. വസ്തുവിന് വേണ്ടി അടിച്ചു കെട്ടി തൂക്കിയതാണ്. ഇതിനകത്ത് ചാക്കിൽ കെട്ടി വെച്ചിട്ട് എന്റെ വസ്തുവിനെ വാങ്ങി എന്നെ കുഴിച്ചിട്ടതാണ്. നീ അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇങ്ങനെ ഒരാളിന്റെ വസ്തുവിനെ അയാളെ അടിച്ചു കൊന്ന് കെട്ടി തൂക്കി കൊണ്ട് ചാക്കിലിട്ട് അയാളെ വെട്ടിമൂടിയ സ്ഥലമാണെന്നത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അവന്റെ ഈ വസ്തു നേരത്തെ ആരെ വകയായിരുന്നു? അനിയുടെ നില ഞാൻ വാങ്ങിച്ചത്. അനിയൊക്കെ വാങ്ങണതിന് മുമ്പ് എന്റെ വസ്തുവായിരുന്നു. നിങ്ങളെ പേരെന്തോന്ന്? എന്റെ ഫെർണാണ്ടസ്. ഇത് ആര് ഫെർണാണ്ടസ് എവിടെ നിൽക്കുന്നു? നമ്മൾ മൂന്നല്ലാതെ വേറെ ആരെണ്ണ ഇവിടെ അണ്ണ ചുമ്മാ കളി പറയാതെ. നിങ്ങൾ എന്തോ നന്നാ പറയുന്നത്? നമ്മളൊക്കെ 21ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത്, 2019. അയാളെഞ്ഞ് വിളിക്ക്, അവനെഞ്ഞ് വിളിക്ക്. ഇതാ കെട്ടിക്കൊണ്ടതായിരിക്കാണ് ആള്. അവരിങ്ങനെയൊക്കെ പറയും. എടാ അവര് എങ്ങനെയൊക്കെ പറയും. നിന്റെ കണ്ണിലേക്കാണ്. നീ നൂലഴിച്ച് കളഞ്ഞാണ് ഞാൻ ഇപ്പൊ വരുന്നത്. അഴിച്ചു കളഞ്ഞാൽ ഞാൻ നിന്റെ ദേഹത്ത് ഞാൻ കൂടും. കൂടിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം എന്തിനാണ് ചെയ്യേണ്ടത്. ഞാൻ പെട്ട അല്ല ഇത് കാര്യം നടക്കില്ല. വെട്ടൊരു സമയം എനിക്ക് വെട്ടാ ഞാൻ ചാടും. എന്റെ നെഞ്ചു കുത്തരുത്. ഞാൻ ഇപ്പൊ ഇറങ്ങും. ഇറങ്ങി നിന്റെ ദേഹത്ത് കയറും. നീ ഓടിയാലും ദേഹത്ത് കയറും. ആര് ദേഹത്ത് കയറും? നിങ്ങളുടെ മണ്ടയ്ക്ക് ഞാൻ കയറാം. പ്രശ്നം തന്നെ.
മരത്തിന്റെ കൊമ്പ് കണ്ട മരത്തിന്റെ കൊമ്പായിട്ട് കൊമ്പത്. ഇതൊരു കൊമ്പ് അതോടാ രണ്ടും തോടാ ആളിന്റെ തോടാ അവന് കൊമ്പ് കൊമ്പും തുടയും കണ്ടാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ആ തടയെന്ന് നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ല. എന്തോ പറഞ്ഞാ നിങ്ങൾ ഈ പറയുന്നത്? തോണ്ടിയപ്പോ ആളില്ലായിരുന്നു. അവിടെ പോയിട്ട് വിടുന്നപ്പോ കാണാൻ സാധനം ഇതായിരിക്കും. അറ്റ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടെ വന്ന ആളാന്ന്. എവിടെ? ഇതിലേക്ക് വേണ്ടി ശരി ഞാൻ പെട്ടാ, നിങ്ങൾ മാറി. നിങ്ങൾ പോ. വെട്ടാൻ സമയക്കല്ലേ ഞാൻ ഞാൻ പെട്ടു, നിങ്ങൾ മാറി. നീയാണ് ഇവിടെ ആദ്യമായിട്ട് കുത്തിയത്. നിങ്ങൾ മിണ്ടായി. അവനെ വെട്ടിയ ഞാൻ നിന്റെ ദേഹത്ത് വരും. ഇവിടെ വിടാൻ പറ, ഞാൻ പെട്ടു. ദേഹത്ത് കയറും ഞാൻ. ഞാൻ പറയട്ടെ. ദേഹത്ത് കയറും ഞാൻ. എന്നെ ഓർഡർ നീ ഓടരുത്, ഓടി നിന്റെ ദേഹത്ത് ഓടിച്ചിട്ട് കയറും. എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അപ്പുറത്തോട്ടല്ല. നീ എന്റെ നെഞ്ചി കുത്തിയല്ലോ. കുത്തിയാ മണ്ണി തൊട്ട് നമസ്കരിച്ചിട്ട് പോ. തൊടുത്തിട്ടാ മാറും. ഞാൻ തൊഴാൻ പറഞ്ഞു. പറയ പോലെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തൊഴാൻ അങ്ങനെയല്ല. വെട്ടിപ്പോയി. അറിഞ്ഞോ അറിയാതെയോ പറ. ഞാൻ പറയുമ്പോൾ പറയാം. അറിയാതെയോ നിങ്ങളവിടെ കുഴിച്ചിട്ട കാര്യം കുറിച്ചിട്ട കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ വെട്ടാ പിക്കാ ദിവസം ഞാൻ കുത്തിയില്ലായിരുന്നു. ഞാൻ കുത്തൂലായിരുന്നു. നിങ്ങളെ നെഞ്ചിൽ മുറിവേറ്റിച്ചതിന് മാപ്പ്. മാപ്പ്. എന്തിനാ എൻ്റെ അടുത്ത് മാപ്പ്? നിങ്ങൾ അതിന് വെട്ടിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ജയിക്കണത് ആര് ജയിക്കണം? ഞാൻ നിങ്ങൾ ജയിച്ചാ? നിങ്ങളല്ല. വെട്ടല്ലേ വെട്ടല്ലേ വെട്ടല്ലേ. മിണ്ടാരി മിണ്ടാരി നിങ്ങൾക്ക് മതി മിണ്ടാരി. എനിക്ക് അത്രയ്ക്ക് ദണ്ണമുണ്ട്. അവിടെ നിന്ന് മാറി. ഞാൻ വെട്ടും, ഞാൻ വെട്ടും. നിങ്ങൾ മിണ്ടാരി. ആരിറങ്ങി വന്നെന്ന് നിങ്ങളെ കണ്ട് കാണില്ല. ഞങ്ങൾ നിങ്ങൾ മിണ്ടാരി മിണ്ടാരി മിണ്ടാരി. തൊടൂല തൊടൂല. നിങ്ങൾ പോയി നിങ്ങൾ പോയി നിങ്ങൾ പോയി. ശരി നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ? നിങ്ങൾ ഇങ്ങോട്ട് വരും, തട്ടടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരും. ഇല്ല ഇല്ല തൊടൂല. തട്ടടല്ലേ ഷർട്ട് ഇടൂല. ഇടൂല 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 ഓടെ ഇടൂല. നീ അങ്ങ് വാ. വാ വാ. നീ വാ. ഇല്ല ഞാൻ പാവാണ് പായാടാ. പാവാണ്. പിന്നെ അവരെ കൊണ്ട് ഇവിടെ കുഴി ഇട്ടിരിക്കുന്നു. ഇല്ല അവനെ കൊണ്ടുപോവാ. കുഴിയിട്ടോ അവനെ കൊണ്ടുപോവാ. ആരെ കൊണ്ടുപോവാ? നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുപോകണത്? ഞാൻ കൊണ്ടുപോവാ. അണ്ണാ നിങ്ങൾ എന്നെ എവിടെ ഇതാ കൊണ്ടുപോകണത്? എന്നെ കിടന്ന് വളയുന്നു. ആര് പറയുന്നത്? ഞാൻ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പോകുന്നതിന് പോയിട്ട് ഞാൻ വരുന്നില്ലേ ഉള്ളൂ. വളഞ്ഞെന്നേ നിങ്ങൾ വരി. ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇല്ല പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. നിങ്ങൾ കളി ഭയങ്കര കളിയാണ്. വരി നമുക്ക് പോവാം. ഞാൻ വേറെ നമുക്ക് പോവാന്ന്. ഇവിടെ ഇല്ല നിങ്ങൾ എൻ്റെ കൂടി വരണം. ഇവിടെ നിൽക്കല്ലേ. എന്റെ സ്ഥലത്ത് ഞാൻ നിന്ന് കൊടുന്ന അത് കൊള്ളാം. ഇവിടെ വന്ന് പണിയും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അവരുണ്ട് ഇവരുണ്ടെന്ന് പറഞ്ഞു പോയിട്ട് അവരെ എന്നെ ഇവിടെ നിർത്താനും പറ്റില്ല. എന്റെ ഞാൻ മാറ്റി പൈസ കൊടുത്ത് എന്തൊന്നും ബുദ്ധിമുട്ട് ഓടിക്കുന്നു. ആര് ഓട്ടിക്കുന്നു? നിങ്ങൾ എന്റെ അവിടെ തന്നെ. നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അന്തത്തോടെ നിൽക്കുകയല്ലേ. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം ഞാൻ ചോദിച്ചോളാം. ഇങ്ങോട്ട് അവനെ വെട്ടട്ട് ആരാണ് നിങ്ങളെ ശല്യപ്പെടുന്നത്? നിങ്ങൾ സ്ഥലം കാണിച്ചെന്നാൽ ഞാൻ വെട്ടാം. ഞാൻ വെട്ടാം. നിങ്ങൾ വിട്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വെട്ടാം. അതാ കിടക്കണം. എവിടെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. കയ്യിൽ നൂലഴി. കയ്യിൽ നൂലഴിച്ചോളാ. നൂല് അഴിച്ചുകളാ. നൂല് അഴിച്ചു കളഞ്ഞാൽ എന്നെ കൊല്ലൂല്ലേ? ആര് കൊണ്ടുവന്നു? ഞാൻ കൊണ്ടുവന്നു. കൊല്ലുവോ? എന്നെ ഞാൻ അഴിച്ചു കളയുന്നില്ല. പക്ഷെ ഇവരെ കൂടെ കൊണ്ടുപോ. അവരെ കൊണ്ടുപോവാ. കൊണ്ടുപോ. അവിടുന്ന് മാറ്റി. ഞാൻ വരി. ഞാൻ ഇറങ്ങൂല. എന്റെ സ്ഥലത്ത് നിന്ന് ഞാൻ എന്നെ കൊന്നാലും ഞാൻ ഇറങ്ങൂല. അത് കൊള്ളാം. നമ്മാറ്റി ഞാൻ കൊണ്ടുവന്ന ഇവരെ കൂടെ കൊണ്ടുപോകണം. നിന്നെ ഞാൻ കൊന്ന് ചിലാന്തി കൊണ്ട് കയറും. നിന്നെ ഞാൻ കൊന്ന് ചിലാന്തി കൊണ്ട് കയറും. ഇല്ല കൊണ്ടുപോവാ. ഞാൻ കൊണ്ട് എനിക്ക് വേണ്ടി വരിക അണ്ണാ. ഞാൻ എങ്ങോട്ട് വരാൻ? എനിക്ക് വേണ്ടി നിങ്ങൾ വരി. ഞാൻ എങ്ങോട്ട് എന്നെ ഒന്ന് ശരി. ഞാൻ എന്നെ വെറുതെ ഞാൻ നിന്നെ കൊന്ന് ചിലാന്തി ഇല്ല, എന്നെ വെറുതെ വിടണം. ചിലാന്തി കയറും. നിങ്ങൾ വരികണ്ണ. ഞാൻ എന്തിനു വന്നത്? എന്റെ സ്ഥലത്ത് നിന്ന് ഞാൻ എന്തിനാണ് വരുന്നത്? നിങ്ങളുടെ സ്ഥലമല്ല ഇത്. ഇത് ഭരണാധികാരിയുടെ സ്ഥലം. അത് കൊള്ളാം. ഞാൻ പൈസ കൊടുത്ത് ഞാൻ പറഞ്ഞില്ല 1,30,000 രൂപ കൊടുത്ത് സെന്റിന് 1,30,000 രൂപ കൊടുത്ത് വാങ്ങിച്ച ആ സ്ഥലം എന്റെ അല്ലെന്ന് പറയാം. നിങ്ങൾക്ക് എന്തോ അധികാരം? നിങ്ങൾക്ക് എന്തോന്ന് അധികാരം? അയ്യോ എന്റെ കഷ്ടകാലത്തിന് വാ. അണ്ണാ വാ. ഞാൻ എന്തിനു പറഞ്ഞു? എന്റെ സ്ഥലത്തുനിന്ന് ഞാൻ എന്തിനു പറഞ്ഞു? നീ ഇവരെ ഈ കാമ്പൗണ്ടിന് വെളി ഇറക്കി എന്നിട്ട് നീ ഓടിക്കോ. അല്ലാതെ നീ പോയാ. അണ്ണാ വാ. ഞാൻ വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിച്ചോണ്ട് വാ. പറഞ്ഞാള്. വിശക്കുന്നു എനിക്ക്. നിങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ടാ? ഇല്ല ഒന്നും വേണ്ട. എനിക്ക് അപ്പൊ ഞാൻ പെറോട്ട വാങ്ങി. ഞാൻ കൊണ്ടുപോവാ. ഞാൻ കൊണ്ടുപോവാ. നിങ്ങളെ ഞാൻ മാപ്പ് പറഞ്ഞല്ലോ. മാപ്പ് പറഞ്ഞാ നീ ഇപ്പൊ ജീവനോടെ നിൽക്കണം. അല്ലെങ്കിൽ നിന്നെ എപ്പോഴും കൊന്ന് ചീരാത്തി കയറിയത്. അങ്ങോട്ട് ഞാൻ പിടിക്കാം. അണ്ണ ഇല്ലല്ല.
പറയാനാക്കി എന്റെ സ്ഥലം വിട്ട് ഞാൻ വേറെ ആളുടെ വീട്ടിൽ ചെന്നോ വേറെ സ്ഥലത്ത് നിന്നോ ഞാൻ ആഹാരം കഴിച്ചിട്ട് എനിക്ക് ശീലമല്ല എനിക്ക് പറയണേ. വെളിയിൽ കഴിക്കരുത്. ഇക്കൊരു തന്നെ. ഇതിനെ കൊണ്ടുപോ, കൊണ്ടുപോ. ആഹാരം കഴിക്കട്ടെ. നിങ്ങൾ എവിടെ കൊണ്ടുപോകണം? ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോ. നിങ്ങൾ കൊണ്ടുപോ. കുത്തിയത് പറഞ്ഞു നിർത്തുന്നു. ഞാൻ പറയട്ടെന്ന്. ആ കുത്തിയ സ്ഥലം അതാ. നീ കേട്ടോ. ഗിരീഷ, എന്നെ കൊല്ലാന്നല്ല നീ കൊണ്ടുവന്നു. വാ വിടാ, കുറച്ച് കാര്യം പറഞ്ഞു വിടാ, കുറച്ച് കാര്യം പറഞ്ഞു വാടാ. അണ്ണൻ പറയണില്ല, ഞാൻ കേൾക്കാം. ഞാൻ പോകുമ്പോൾ നീ കാണാൻ പറഞ്ഞില്ല, എവിടെ നിൽക്കി. ശരി അണ്ണ. ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറിയോ. ഞാൻ പോവേണ്, കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പോയി എന്ന് പറയുന്ന നേരം മാപ്പ് പറയണം. പോവേണ്, കണ്ണടച്ച് ഞാൻ പാവാണ്. മാപ്പ് 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 മാപ്പ്. കള്ള ഓർക്കരുത്. അല്ല, മാപ്പ് 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 മാപ്പണ്ണ മാപ്പ് 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 മാപ്പ്. എന്നെ കൊല്ലല്ലേ അണ്ണ. ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നു. നിങ്ങൾ എന്ത് ജോലിക്ക് പോണത്? ഞാൻ കൂലിപ്പണിക്കാണ് പോണത്. ഇതാ ഈ അറിഞ്ഞൂടാതെ ഈ വസ്തു ഞാൻ അറിഞ്ഞുകൂടണ്ട. ഞാൻ ഇവിടുത്തെ കയറാനല്ല. അല്ലല്ലേ, ഇല്ല. ഇനി ഇവിടെ കൊണ്ടുവന്ന ആരാണ്? കൊണ്ടുവന്നത് ഗിരീശൻ. അത് ഗിരീഷ് അവിടെ താമസിക്കണത്? ഗിരീശൻ താമസിക്കുന്നത് നമ്മുടെ ഇവിടെയാണ്, തോട്ടത്തിൻ്റെ അവിടെ. തോട്ടിൻ്റെ അവിടെയാണ് താമസിക്കുന്നത്. അവന് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ അണ്ണ, ഞാൻ ഇന്ന് ഞാൻ വേറെ ജോലി. അവനെ നിങ്ങൾ ജോലിക്ക് പോകാൻ അവൻ വിളിച്ച് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഓമൈ ഗോഡിൻ്റെ ഷൂട്ടിന് കൊണ്ടുവന്നിട്ട് നിങ്ങളിങ്ങനെ പറ്റിക്കാനാണെങ്കിൽ അപ്പോൾ ഗിരീശൻ എന്ത് വേണം? അണ്ണ, എനിക്കിന്ന് ശമ്പളം തരാമെന്ന് പറഞ്ഞാൽ ഞാൻ കൂലി വിലക്കാരനാണ്, പിള്ളേർ വളർത്താൻ വേണ്ടി. വേറൊന്നുമില്ല. നിനക്ക് എന്നെ കാണാമോ? നിനക്ക് എന്നെ കാണാമോ? ആര് ചോദിച്ചത്? നിന്റെ അടുത്ത് എനിക്ക് കാണാം. കാണാമല്ലോ. ഞാനാണ്? ഫ്രാൻസിസ് ആണല്ലോ. എന്താ കണ്ണൂറ് തുറക്കട്ടെ അണ്ണ. ആ എന്നെ കാണാമോ? ഇതേ ഇതോ 2 കണ്ണ് കാണുന്നുണ്ട്. 2 ക്യാമറയാണ്. ഇതൊരു സൈസ് കോമഡി പ്രോഗ്രാമാണോ? കോമഡി കോടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലത്ത് ഇതൊക്കെ വിശ്വസിച്ച് നടക്കണല്ലോ വിഷയങ്ങൾ. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കോവളം കോട്ടുകാലം എന്ന് പറഞ്ഞ സ്ഥലമാണ് അല്ലേ? നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകനായ അനിൽ സാഗരയുടെ സഹോദരനായ സജീവിൻ്റെ സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത്, ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ ശ്രീ ഗിരീഷ് ഭായിയാണ് ഇതിൻ്റെ എല്ലാം കൺട്രോളിങ്. ഗിരീഷ് ഭായിയാണ് ഇദ്ദേഹത്തിനെ നമുക്ക് മുട്ടിച്ചേരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി മൊത്തം ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പൂർണ്ണമായ സഹകരണം കൊണ്ടാണ് ഇന്ന് ഈ എപ്പിസോഡ് നമുക്ക് അടിപൊളിയാക്കാൻ പറ്റിയത്. സുരേഷ് ഭായ്, എന്ത് പറയുന്നു അനുഭവം? ഇങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, നിങ്ങൾക്ക് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. ഇപ്പോൾ അറിയാമല്ലോ, നമ്മളിപ്പോൾ സാധാരണ ഫിലിമിലൊക്കെ കാണാറുണ്ട്, ഒരാൾക്ക് കാണാൻ പറ്റും, ബാക്കിയുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല. അതെ അതെ, അങ്ങനെ ഒരു സബ്ജക്റ്റാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല ഗട്സ് ഉള്ള ആളാണ്. അത് മാത്രമല്ല അപാരമായ ദൈവവിശ്വാസിയാണ്. അത് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ സുരേഷ് ചേട്ടനെ തന്നെ കിട്ടിയപ്പോൾ പേടിച്ചോടാതിരിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ പേടിച്ച് ഓടിക്കഴിഞ്ഞാൽ ഞാൻ ദേഹത്ത് കൂടുന്നു. അതുകൊണ്ട് ഓടിയെ കൂടുമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അങ്ങ് ചുറ്റിപ്പോയി ചേട്ടാ. അവസാനം പേടിച്ചു, നിവൃത്തിയില്ലാതെ എന്ത് തോന്നി? മനസ്സിലായി ഇങ്ങനത്തെ ശക്തികളൊക്കെ ഉണ്ട് എന്ന് ചേട്ടൻ മനസ്സിൽ ഉണ്ടായി. ഇങ്ങനത്തെ ശക്തി ഉണ്ടെന്ന് തോന്നിയല്ലേ? തോന്നി. അല്ല, എന്താ അറിയാമോ എനിക്ക് തോന്നുന്നതേ. അല്ല, അത് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് എന്താണെന്ന് പറയാനുള്ളത്? എനിക്കാണ്. അത് ഓൾറെഡി ഉണ്ടോ? ആത്മാക്കൾ ഉണ്ടെന്നാണ് പൊതുവിലുള്ള വിശ്വാസം. ചില നാളുകാരെ മാത്രമേ അത് പിടികൂടൂ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമല്ല. പരേതാത്മാക്കൾ ഇങ്ങനെ ചില ആളുകളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ശല്യം ചെയ്യുന്നുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ ബലി തർപ്പണം എന്ന് പറയുന്ന ചടങ്ങൊക്കെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിരിക്കും സുരേഷേട്ടന് പേടി തോന്നാനുള്ള കാരണം അല്ലേ? കാരണം ബലിയിടാറുണ്ടോ? ബലിയിടാറില്ല, വിശ്വാസമുണ്ട്. അപ്പം കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. അത് കൊടുക്കാനായിട്ട് അനിൽ സാഗരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ബ്രിട്ടീഷ് സ്യൂട്ട് ഗാലറി നൽകുന്ന സമ്മാനം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, കെന്നഡി ടെക്സ് വേൾഡ് കോലഞ്ചേരി നൽകുന്ന സമ്മാനം, വിസ്മയ കളക്ഷൻസ് എരമല്ലൂർ നൽകുന്ന സമ്മാനം, മെഹർ ഗോൾഡ് നൽകുന്ന സമ്മാനം, സ്റ്റിൽസ് ഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ് നൽകുന്ന സമ്മാനം, മഹാരാജ ജുവലറി തൃപ്പൂണിത്തുറ നൽകുന്ന സമ്മാനം, ലോഞ്ച് കാഷ്വൽ ഷർട്ട്സ് നൽകുന്ന സമ്മാനം,
മുള്ളോ കാഷ്വൽ ഷർട്ട്സ് നൽകുന്ന സമ്മാനം, ഖാൻലി നൽകുന്ന സമ്മാനം, ഡാർബി കിഡ്സ് വെയർ നൽകുന്ന സമ്മാനം, നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സ് നൽകുന്ന സമ്മാനം. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾ ഇനിയെങ്കിലും ചേട്ടൻ അത് ഉപേക്ഷിക്കണം. കാര്യം നമുക്കൊക്കെ അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു അവയർനെസ് ആണ് ഞങ്ങൾ ചേട്ടന് വേണ്ടിയിട്ട് ഒരു എപ്പിസോഡ് ചെയ്തത്. വിശ്വാസം വേണം, അത് അന്ധമാകരുത് എന്ന് മാത്രമാണ്. എന്തായിരുന്നാലും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.